1975 ജൂൺ 12 ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ഒരു വിധി പുറപ്പെട്ടു. ജസ്റ്റിസ് ജഗ്മോഹൻലാൽ സിൻഹയുടെ നേതൃത്വത്തിലുള്ള അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാണ് എന്ന് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുവെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ഒരു ജനാധിപത്യ രാജ്യത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരമൊരു വിധി അത് അത്യപൂർവമായി. 1975 ജൂൺ 12 രാവിലെ 11 മണിക്കായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ സംഭ്രമജനകമായ പുത്തൻ അധ്യായം എഴുതി ചേർത്തുകൊണ്ട് അലഹബാദ് കോടതിയിൽ ജസ്റ്റിസ് ജഗ്മോഹൻലാൽ സിൻഹ ആ വിധി പ്രസ്താവന നടത്തിയത്. കേസിന്റെ ഒരു വശത്ത് വാദിയായി നിന്നത് ഉത്തർപ്രദേശിലെ സമുന്നതനായ സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന രാജ് നരേൻ. പ്രതിസ്ഥാനത്ത് നിന്നതാവട്ടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഉരുക്കുവനിത ഇന്ദിരാ പ്രിയദർശൻ. 1975 ജൂൺ 12 ജസ്റ്റിസ് ജഗ്മോഹൻലാൽ സിൻഹ നടത്തിയ വിധി പ്രസ്താവം കേട്ട് രാജ്യം അമ്പരന്നു. കോൺഗ്രസ് പാർട്ടി അടിമുടി സ്തംഭിക്കുകയും പ്രതിപക്ഷം ആർത്തട്ടഹസിക്കുകയും ചെയ്തു. ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദു ചെയ്തു എന്ന് മാത്രമല്ല, അടുത്ത 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്ത വിധത്തിൽ വിലക്കേർപ്പെടുത്തുകയും ചെയ്തു. ഇന്ദിര അയോഗ്യയായി പ്രധാനമന്ത്രി പദത്തിൽ നിന്നും പുറത്തു പോകുന്നുവെന്ന വാർത്ത പുറത്തു വന്നതോടെ ഭരണമുന്നണിയിൽ നിന്നും ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയർന്നത്. നീതിയുടെ വിജയമെന്ന പ്രഖ്യാപനവുമായി പ്രതിപക്ഷവും രംഗത്തിറങ്ങി. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയ ജനതാദൾ നേതാവ് ജയപ്രകാശ് നാരായൺ പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് ഉറക്കെ പറഞ്ഞു. പിന്നാലെ ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കുകയും അത് അംഗീകരിച്ച് സുപ്രീം കോടതി അലഹബാദ് ഹൈക്കോടതിയുടെ വിധിക്ക് നേരെ കണ്ടീഷണൽ സ്റ്റേ നൽകുകയും ചെയ്തു. പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാം, പക്ഷേ പാർലമെന്റിൽ വോട്ട് ചെയ്യരുത് എന്ന് ഉത്തരവിടുകയും ചെയ്തു. കോടതി വിധിക്ക് പിന്നാലെ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകുമെന്ന് ഇന്ദിരയ്ക്ക് മനസ്സിലായി. 1975 ജൂൺ 25 രാത്രിയോടുകൂടി രാജ്യത്ത് അപ്രതീക്ഷിതമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 പ്രകാരം ആഭ്യന്തര കലാപം ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് കാരണമായി ചൂണ്ടിക്കാട്ടിയത്. അതേ രാത്രി തന്നെ പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്തു. അനേകം നേതാക്കൾ ജയിലിലുമായി. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തികളിലൊന്നായ സ്വതന്ത്ര മാധ്യമങ്ങൾ നിശബ്ദമാക്കപ്പെട്ടു. ആയിരക്കണക്കിന് രാഷ്ട്രീയ പ്രവർത്തകരും വിദ്യാർത്ഥികളും പത്രപ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും ജയിലിലായി. നീണ്ട 21 മാസങ്ങൾ രാജ്യം നിശ്ചലമായി. എങ്ങും ഭയം തളം കെട്ടിക്കിടന്നു. ഇന്ത്യ ഒരേ സ്വരത്തിൽ ചോദിച്ചു, അധികാരത്തിന് പരിധി എവിടെയാണ്? നിയമത്തിനു മുകളിൽ ആരുണ്ട്? ഒടുവിൽ 1977 അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്നു. ഇന്ത്യൻ ജനത വോട്ടിലൂടെ മറുപടിയും നൽകി. ഇന്ദിരാഗാന്ധി തോറ്റു. ജനതാ പാർട്ടിക്ക് വിജയം ലഭിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി കേന്ദ്രത്തിൽ കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടു. അലഹബാദ് കോടതിയുടെ വിധിയും ഇന്ദിരാഗാന്ധിയുടെ കാർക്കശ്യമായ പ്രതികരണവും അടിയന്തരാവസ്ഥയും ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. നിയമം വലുതല്ല, നീതിയും വലുതല്ല. ഉത്തരവാദിത്തമുള്ള ഹൃദയം പേറുന്ന ഭരണാധികാരിയാണ്